Hi everyone, welcome to my YouTube channel Sunshine Lilies, a fairy tale land. ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം കൊച്ചിയുടെ മേജർ ടൂറിസ്റ്റ് ഹബ്ബായിട്ടുള്ള ഫോർട്ട് കൊച്ചിയിലേക്കാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ കൊച്ചിയുടെ ജൂത തെരുവ് അഥവാ ജൂ ടൗണിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 1524 കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ജൂതന്മാർക്ക് അന്നത്തെ കൊച്ചി രാജാവ് നൽകിയ സ്ഥലമാണ് ഇന്ന് ജൂതത്തെരുവ് അഥവാ ജൂ ടൗൺ എന്നറിയപ്പെടുന്നത്. മട്ടാഞ്ചേരി പാലസ് തുടങ്ങി ഇങ്ങറ്റത്തുള്ള സിനഗോഗ് വരെയാണ് ജൂ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിലെ ജൂതന്മാരെ ഹിബ്രു ഭാഷയിൽ പറയുന്നത് യഹൂദെ കൊച്ചിൻ എന്നാണ്. എന്നാൽ ഇവിടെ സമീപവാസികളെല്ലാം ഇവരെ വിളിക്കുന്നത് പരദേശി ജൂസ് എന്നാണ്. കേരളത്തിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതിനാൽ ജൂതത്തെരുവിന്റെ ഇരുവശങ്ങളിലും കരകൗശല വസ്തുക്കളും ആന്റിക് ഷോപ്സും ഒരുപാട് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ മാത്രമല്ല ഫോർട്ട് കൊച്ചിക്ക് സ്ഥാനം. ഈ അടുത്ത് നടന്ന ബിനാലേക്ക് പോലും വേദിയായത് നമ്മുടെ ഫോർട്ട് കൊച്ചിയാണ്. എങ്ങനെയാകാതിരിക്കും? അത്രയും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സംസ്കാരമാണ് ഫോർട്ട് കൊച്ചിയുടേത് എന്ന് ഏത് മലയാളിക്കും നിസ്സംശയം പറയാം. 1950 ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കൊച്ചിയിലെ പല ജൂതന്മാരും ഇസ്രായേലിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. മലയാളി എന്ന നിലയിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു കാഴ്ച ഈ ഫോർട്ട് കൊച്ചി യാത്രയിൽ എനിക്ക് കാണാൻ പറ്റി. മറ്റൊന്നുമല്ല, ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ജൂ ടൗൺ. എന്നിരുന്നാലും എത്ര നീറ്റ് ആൻഡ് എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടാണ് ഈ ഒരു ഏരിയ അവർ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജൂതത്തെരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പരദേശി സിനഗോഗാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ സിനഗോഗാണ് മട്ടാഞ്ചേരി സിനഗോഗ് അഥവാ പരദേശി സിനഗോഗ് എന്ന് പറയുന്നത്. വർഷങ്ങളുടെ പഴക്കം മാത്രമല്ല ഈ സിനഗോഗിന് പറയാനുള്ളത്. വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മയും സാക്ഷ്യപത്രവുമാണ് മട്ടാഞ്ചേരിയിലെ ഈ സിനഗോഗ്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ 1938 വില്ലിംഗ്ടൺ ഐലൻഡിനെ മെയിൻ ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരുന്നതാണ് ഈ തോപ്പുംപടി ഓൾഡ് ഹാർബർ. വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ഓൾഡ് ഹാർബർ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ റോപ്പ് ആൻഡ് പുള്ളി മെക്കാനിസത്തിലൂടെയാണ്. തോപ്പുംപടി ഓൾഡ് ഹാർബറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വീഡിയോ സമയം തികയാതെ വരും. മാത്രവുമല്ല, ഇത്രയും സമയമായപ്പോഴേക്കും എനിക്ക് നന്നായി വിശന്നിരുന്നു. അങ്ങനെയിരിക്കെ പിസ്സ ഹട്ടിൽ പോയി 2 മീഡിയം പിസ്സ മേടിക്കാമെന്ന പ്ലാനോടുകൂടി പോയെങ്കിലും മീഡിയം പിസ്സ എടുക്കാതെ 2 പേഴ്സണൽ പിസ്സയാക്കി ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമായിട്ടുള്ള ഈ ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും തന്നെ നന്ദി അറിയിക്കുന്നു. മാത്രവുമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സൺഷൈൻ ലിലീസ് എ ഫെയറി ടെയിൽ ലാൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.